തിരൂർ മണ്ഡലം കമ്മിറ്റിനോട് ഞാൻ പറഞ്ഞിരിക്കണം, അയാൾക്ക് കൊണ്ടേ കൊടുക്കുക ഒരു സമ്മാനം. വെറുതെ പറയല്ല, അവിടെയാണ് യൂത്ത് ലീഗ് കൊണ്ടേ കൊടുക്കേണ്ടത് അയാൾക്ക്. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോൾ ചെന്നാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തുക. സേവനാവകാശ നിയമം എന്താ കാരണം? എന്തേ എനിക്ക് കറണ്ട് തരാഞ്ഞ്, എന്തേ എൻ്റെ കാർഡ് തടഞ്ഞച്ച്, എന്തേ എൻ്റെ ആധാരത്തിന് തീർപ്പ് കൽപ്പിക്കാൻ, എന്തേ എനിക്ക് പട്ടയം കിട്ടാഞ്ഞെന്ന് ചോദിച്ചാൽ മര്യാദക്കുള്ള മറുപടി തന്നില്ലെങ്കിൽ ശമ്പളം തടഞ്ഞ് കുന്ന് 2 തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ സീറ്റിലിരുന്നു, ഉമ്മൻചാണ്ടി സീറ്റിലിരുന്നു. മൊല്ലാക്ക നന്നായ കുട്ടികൾ നന്നാവും. അത് കണ്ടു, കേരളം കണ്ടു. ലക്ഷക്കണക്കിന് റേഷൻ കാർഡുകൾക്ക് തീർപ്പ് കൽപ്പിച്ചിട്ട് 2600 ചില്ലറ റേഷൻ കാർഡ് പട്ടിക്ക് ഇരിക്കുക. അവിടെ ആള് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പം വല്ല മാർച്ചിച്ചേര കാർഡാവും. ഓല് പണ്ടത്തെ മാതിരി കൊടുത്തു പോയതാണ്. 2-3 കൊല്ലം എടുക്കൂ. ചെങ്ങായിമാരെ നിങ്ങളെ കാർഡൊക്കെ ശരിയായിക്കിടും, പോയി വാങ്ങിക്കോളിയോടോ. ഉമ്മൻചാണ്ടിയാണ് ഭരിക്കണ്. പഴയ ഭരണമല്ല, ഭരണമൊക്കെ മാറിയിക്കണ്. എന്താ കണ്ടില്ലേ? രാജ്യത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ നന്മ നിറച്ചുകൊണ്ട് പോവുകയാണ് അല്ലേ? കുട്ടിസഖാക്കൾ കുട്ടിച്ചോറാക്കിയ കുട്ടനാട്ടിന്റെ മണ്ണിൽ കുട്ടികളെ പോറ്റാനും കുടുംബം വളർത്താനും പാകപ്പെടുത്തിയെടുത്തു ഉമ്മൻചാണ്ടി. ഇതൊരു നല്ല തീരുമാനം. അതാണ് മുഖ്യമന്ത്രി. പറയണോ ഏത് കാര്യത്തിലാണ് ജനങ്ങൾക്ക് ഇത്രയേറെ ഗുണം ചെയ്തത്? അധ്യാപകന്മാർ, മാഷുമാര് ശമ്പളമില്ല എന്ന് പറഞ്ഞിട്ടല്ല സ്കൂളിൽ നിന്ന് പോയത്. കുട്ടികളെ തലയില്ല, തലയെണ്ണുന്ന പരിപാടി അബ്ദുൾ റബ്ബ് വേണ്ടെന്ന് വെച്ചു. ഇനി കുട്ടികളെ എണ്ണീട്ട് മാഷ ജോലി തിട്ടപ്പെടുത്തണ്ട. ഇപ്പോഴുള്ളവരാരൊക്കെ ഉണ്ടോ? നിലവിൽ ഇടക്ക് വെച്ച് കുട്ടികളെ തികയാതെ പോയവര്, മണൽ വാരാൻ പോയ മാഷ തിരിച്ചു വിളിച്ചിട്ട് അബ്ദുൾ റബ്ബ് പറഞ്ഞു കയറ് സ്കൂളിൽ. നോക്കണം, ഗൾഫിൽ പോയ മാഷുമാര് തിരിച്ചു വന്നു, വിസിറ്റിങ്ങിന് പോയതിരുന്ന ഇടക്ക്. പാവങ്ങൾ എത്ര കുട്ടികളെ എണ്ണമില്ലാത്ത കാരണത്താൽ ഇനി മേലിൽ ഏർപ്പാട് പാടില്ല. ആ മാഷുമാരെ തിരിച്ചു വിളിച്ചിട്ട് സ്കൂളിലാണ് നിറച്ചു. ഇത്ര കുട്ടികളുണ്ടെങ്കിൽ ഒരു പോസ്റ്റ്, ഇത്ര അധ്യാപകരുണ്ടെങ്കിൽ ഒരു ഹെഡ് മാഷ്, ഇതിൽ കവിഞ്ഞ 2 ഹെഡ് മാഷ്. ആ ഹെഡ് മാഷ് ബസ് കയറിയിട്ട് പോയിട്ട് അവിടെ ശമ്പളം ഒപ്പിടണ്ട, ഇവിടെ തന്നെ അതിന്റെ അധികാരം പവറാണ്ട് കൂട്ടി. ഇതിൽ ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്ന ആർക്കാന്നറിയോ? KSTA മാഷ്മാർക്കാണ്. എന്നിട്ട് ആ മാഷ്മാര് ചെയ്ത പണി എന്താണെന്നറിയാം? ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണവരായതുകൊണ്ടാണ് ഞാൻ വല്ലാതെ പറയാത്തത്. ആ KSTA മാഷ്മാര് ചെയ്ത പണി എന്താ അറിയാം? അബ്ദുൾ റബ്ബിനെതിരെ മാർച്ച്. എന്താ? അന്യായമായ സ്ഥലം മാറ്റം. ശാലിനി ടീച്ചർ അങ്ങോട്ട് മാറ്റി, സുരേഷ് മാഷ് കണ്ടും ഒന്നും പറയാനില്ല എന്ന് ഇമെന്ന് മനസ്സിലാക്കിക്കൂടെ? വിദ്യാഭ്യാസ രംഗത്തെ പറ്റി ഒരു കുറ്റവും കുറവും ഇല്ല. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? സ്ഥലം മാറ്റുണ്ട്. SIന് സ്ഥലം മാറ്റലില്ലേ ഭരണം മാറുമ്പോൾ? ഗവൺമെന്റ് സ്കൂളിലെ മാഷ്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറലില്ലേ? ഇത് പുതുമല്ലല്ലോ. ഇവർ അതിമ തൂങ്ങി. അതിന്റെ അർത്ഥം എന്താ അറിയാം? ഞങ്ങൾക്ക് ഇനി വേറെ അവകാശമൊന്നും കിട്ടാനില്ല. വയറ് നിറച്ച് കൊടുത്തു അബ്ദുൾ റബ്ബ്. വെള്ളിത്തളികയിൽ വെച്ച് നൽകി ഉമ്മൻചാണ്ടി. ആ അബ്ദുൾ റബ്ബ് വന്നപ്പോഴാണ് ചില ആളുകൾ പറഞ്ഞത് ലീഗിന് വിദ്യാഭ്യാസം കൊടുത്തത് കട്ടായിപ്പോയി, അബ്ദുൾ റബ്ബിന് വിദ്യാഭ്യാസം കൊടുത്തത് തെറ്റായിപ്പോയി. അപ്പോഴാണ് പടച്ച റബ്ബ് ഈ അഹമ്മദിന് കേന്ദ്രത്തിലും കൊടുത്തു വിദ്യാഭ്യാസം. ഇപ്പൊ രണ്ടിടത്തും ഞങ്ങൾക്ക് ആ വിദ്യാഭ്യാസം. കേട്ടോ, ഇതൊക്കെ ഞങ്ങളെ പണി. കണ്ടോ? അപ്പൊ മാഷ്മാർക്കൊന്നും പറയില്ല. സ്ഥലം മാറ്റം റദ്ദ് ചെയ്യണം, സ്ഥലം മാറ്റം റദ്ദ് ചെയ്യണം. കലക്ട്രേറ്റിൽ കുറെ ദിവസം നിറ്റങ്ങളുണ്ട്, ഇങ്ങനെ പെട്ടിക്കാടിയും വെച്ചിരിക്കണം ഓരുമ്പള്ളേറ്റ്. എന്തേ മാഷെ സ്കൂൾ പോയില്ലേ? ഒപ്പൊക്കെ ഒപ്പിട്ടിക്കണമെങ്കിൽ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണ്ട. ഇല്ല, ഞങ്ങളെ മാഷ്മാരെ സ്ഥലം മാറ്റിയത് അന്യായമാണ്, അത് പിൻവലിക്കണം. അബ്ദുൾ റബ്ബ് പറഞ്ഞ ഇമ്മലൊരു കുഴപ്പം വേണ്ട, ആ മാഷ അവിടെ തന്നെ ഇരുന്നോട്ടെ. നാട്ടിൽ സമാധാനത്തിന് വേണ്ടി തീരുമാനം എടുത്തു. കണ്ടാ, ഒരു കുറ്റം പറയാനില്ലാതായപ്പോൾ നിങ്ങളിത് പറഞ്ഞത്. ഞാൻ അത്ഭുതപ്പെടുക മക്കളെ നിങ്ങളെ കാര്യത്തിൽ. പണ്ടൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു വീടുണ്ടാക്കുമ്പോൾ അവിടെ വന്നിട്ട് ഒരു അഭിപ്രായം പരിപരമായിരുന്നു. ഈ മാഷ്മാരുമായിരുന്നു, എല്ലാ മാഷ്മാരില്ലേ, KSTA ഞാൻ പറഞ്ഞു. ധൈര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയനാ KSTA. അറിയാത്തവരറിഞ്ഞാളി. KSTA എന്ന് പറഞ്ഞാൽ അതാ മാർക്സിസ്റ്റ്. ഞാൻ ഒപ്പിടും, സ്കൂൾക്ക് പോവില്ല, അവിടെ പോയിരിക്കും തെരഞ്ഞേല്. എന്നിട്ട് എന്താ പണി? തെരഞ്ഞോൻ്റെത് വാങ്ങുക, ഒപ്പിട്ട് വാങ്ങുക, സ്വാഹ. അത് നടത്തും ചെയ്യും. നേരെന്ത് ചെയ്യും? അബ്ദുൾ റബ്ബിനെതിരെ മാർച്ച് നടത്തും ചെയ്യും. പണ്ടൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, വീടുണ്ടാക്കുന്നിടത്തൊക്കെ പോയിട്ട് അഭിപ്രായം പറയും, ഇതിന്റെ ജനൽ വെച്ചത് ശരിയായില്ല. ചിലടത്ത് നോയിട്ട് പറയൂ, ഇതിന്റെ വാതിൽ അല്പം ഇടത്തോട്ട് ചാഞ്ഞിട്ടുണ്ട്. വേറൊരു വീടുണ്ടാക്കുന്നിടത്ത് പോയപ്പോ കരിങ്കണ്ണ നോക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഉടമസ്ഥനോട് പറഞ്ഞു, എന്റെ വാപ്പയാണ് കരിങ്കണ്ണ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. എല്ലായിടത്തും ഇങ്ങനെ പോന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഓൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാറുണ്ട്, നല്ല ടോപ്പ് വീടുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, ഓനൊന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്കുക.
നല്ലൊരു വീട്, ഗ്ലാസ്സൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു ചിമിട്ടൻ വീട്, ടിപ്പ് ടോപ്പ് വീടുണ്ടാക്കി. ഓനാകണ്ട് നോക്കി ചുറ്റോടിയിട്ടും കണ്ടിട്ട് വന്നിട്ട് കൊലായിൽ ഇരുന്നിട്ട് പറയാം, ഇത് പൊളിക്കണ നേരത്ത് ഭയങ്കര പണിയേക്കാരാണ്. ഒന്നും പറയാനില്ല. അപ്പൊ ഇതാ പറയണ്ടേ, ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, മാർച്ചുറ്റുപാട്ടിയുടെ അധ്യാപക യൂണിയന്റെ കഥ. പൊന്നു മക്കളെ, നിങ്ങൾ ഈ രാജ്യത്ത് ആരോടാ കയർക്കുന്നത്? റോഡ് നേരാക്കണം എന്ന് പറഞ്ഞ് ഇബ്രാഹിം കുഞ്ഞിനെ തടയുകയും PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യാൻ മാസം എത്ര ആയിട്ടുള്ളൂ? 4-5 മാസല്ലേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ തന്ന റോഡല്ലേ ഞങ്ങളെ കയ്യിലുള്ളത്. മക്കളെ, ഞങ്ങൾക്കൊരു സമയം തരൂ, 10 മാസമെങ്കിലും ഒന്ന് കാത്തിരിക്കണ്ടേ? വന്ധ്യയാണ് എന്ന കാരണം പറഞ്ഞ് ത്വലാഖിന് വരെ ആവശ്യപ്പെടണമെങ്കിൽ 10 മാസം വെയിറ്റ് ചെയ്യണ്ടേ? അതല്ലേ സാമാന്യ മര്യാദ? നിങ്ങൾ ഞങ്ങളുടെ കയറിയപ്പോഴേക്ക് PWD ഓഫീസിലേക്ക് മാർച്ച്, ആ റോഡ് നിങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർച്ചും ഏപ്രിലൊക്കെ നടത്തേണ്ടി വരുമോ? +2 ലിസ്റ്റിലെ അപാകതക്കെതിരെ, +2 റിസൾട്ടിലെ അപാകതകൾക്കെതിരെ അബ്ദുർ റബ്ബിനെതിരെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് SFI പ്രകടനം നടത്തി. എന്തിന്? +2 റിസൾട്ടിലെ അപാകതകൾക്കെതിരെ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി, +2ന്റെ പരീക്ഷ ഇപ്പൊ എന്താ നടന്നത്? ബേബിയുടെ കാലത്ത്. അപ്പൊ ആരാ മന്ത്രി? ബേബി. റിസൾട്ടിന് ആ പേപ്പർ കൊണ്ടുപോകുമ്പോഴോ ബേബി, അത് മാർക്ക് ഇടുമ്പോഴോ ബേബി എന്നെ മന്ത്രി, റിസൾട്ട് തയ്യാറാക്കിയപ്പോഴോ ബേബി. പ്രഖ്യാപിക്കണ നേരത്താണ് ആര് വന്നത്? അബ്ദുർ റബ്ബ്. എന്നിട്ട് അബ്ദുർ റബ്ബിന്റെ നേരക്ക് എടുക്കുന്നുണ്ട്. നോക്കണം, കലം അടുപ്പത്ത് വെച്ചത് ഇവര്, വെള്ളം തീമട്ടത് ഇവര്, അരി അതിലേക്ക് ഒഴിച്ചത് ഇവര്, തീ കത്തിച്ചതും ഇവര്, ചോറ് ഊറ്റിയതും ഇവര്. സപ്ലൈ ചെയ്യാൻ നേരത്തെ ആര് വന്നത്? അബ്ദുർ റബ്ബ്. ആ ചോറ് പൊകാളിക്കുന്ന പറഞ്ഞിട്ട് അബ്ദുർ റബ്ബിന്റെ നേരക്ക്. ചോറ് പൊകാളിന് സപ്ലൈയുടെ നേരക്കല്ലേ ചങ്ങായിമാരെ, അത് പണ്ടാരിയുടെ നേരക്കല്ലേ പോണ്ടത് അല്ലേ? ഊമക്കത്ത് വന്നതിന് ശിബായിയോടാണോ കയർക്കല്? ആരോടാ ഈ പറയുന്നത്? നാട്ടിലെ ജനങ്ങളൊക്കെ അത് കാണുകയാണ്. ഇപ്പൊ നിയമസഭയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് പൊക്കെ മനസ്സിലാക്കണം. എന്നോട് ഇപ്പൊ അടുത്തൊരു സഖാവ് പറഞ്ഞു, നിങ്ങളെ പാർട്ടിക്കൊക്കെ ഞങ്ങളെ ഇങ്ങനെ വല്ലാതെ ആള് പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു അതിന്റെ കാരണം നിങ്ങൾ പഠിച്ചിക്കണോ ചോദിച്ചു. ഇന്ത്യ ചോദിച്ചു. അത് ഈ TV പണ്ടാറടക്കിയതാ പറഞ്ഞു. അത് എന്തിയെന്ന് ചോദിച്ചു. TV ഇത് എങ്ങനെ കാണിക്കും? എങ്ങനെ എന്ത് കാണിക്കണ്? കോടതി കീടെന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന് ഞങ്ങളെ നേതാവ് പറയാം. അപ്പോഴാണ് ഞങ്ങൾ മഞ്ഞളാംകുഴി അലിനെ മിഞ്ഞാന്ന് കീടെന്ന് വിളിച്ചത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കാണിച്ചു. ഇത് രണ്ടും കൂടി ജനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളെ മനസ്സിലാക്കിയല്ലേ ഇത്. ഇപ്പൊ ജനങ്ങൾക്ക് തിരിഞ്ഞു. അതാണ് ബംഗാളിലെ ജനത. മൊബൈൽ ഇറങ്ങിയപ്പോ, TV ഇറങ്ങിയപ്പോ മറ്റ് നാടുകൾ കാണുകയാണ്. പണ്ടൊക്കെ ഗൾഫിൽ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ ദുബായിൽ നിന്ന് വന്ന ആൾക്കാർ ബടായി വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അവിടെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും ഓൻ്റെത് ഇങ്ങനെ കേട്ടിട്ട് ചെറിയ വെള്ളമൊലിപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. അറബി ടോപ്പാണ്, അറബിനെ ഒരു ഭയങ്കര ലോകിയാണ്, എല്ലാ അറബിയോളും ഞാൻ അറിയും, ഓലി ഒന്നും ഇങ്ങനെ കണ്ടറിഞ്ഞില്ലെങ്കിലും എന്നൊക്കെ പറയണോ വലിയ വർത്താനൊക്കെ ഇങ്ങനെ പറയും. നമ്മളതിൽ കുഞ്ഞാപ്പോയി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഗൾഫ് കൂടുതൽ കേട്ടുകാണ്ടിരിക്കല. ഇന്ന് അതൊന്നും വേണ്ട. ഇന്ന് ഗൾഫ് പോയവനക്കായും കൂടുതൽ TV നമ്മൾ കാണുകയാണ്. ഇപ്പൊ ശിഹാബ് തങ്ങൾ വഫാത്തായ ദിവസം അവിടെ ഉള്ളവർ തങ്ങളെ കണ്ടില്ലെങ്കിലും വീട്ടിലിരിക്കുന്നവർ അവിടെ ആരൊക്കെ വന്നു തങ്ങളെ എങ്ങനെയൊക്കെ കാണേണ്ട കോലത്തിൽ TV ഇരുന്ന് കാണുക. ലോകത്ത് ഈ സംവിധാനം വന്നതോടുകൂടി ലോകത്ത് നടക്കണ മാറ്റം ജനങ്ങൾ കണ്ടപ്പോ പശ്ചിമ ബംഗാളിലെ ജനത തീരുമാനിച്ചു, ഇനി നമ്മൾ ആ പഴയ പോലെ മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ട് കാര്യമില്ല, ഒറ്റയടിക്കാണ് അവിടെ ഒരു മാറ്റം വരുത്തിയത്. അത് ഇപ്പൊ കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെങ്ങളുള്ളത്? ബംഗാളിലില്ല, ത്രിപുരയിലില്ല, കേരളത്തിലില്ല. കമ്മ്യൂണിസത്തിന് ഇനി ബാക്കി കമ്മ്യൂണിസ്റ്റ് അപ്പ മാത്രമേ ഉള്ളൂ. അത് തൊഴിലുറപ്പേര് വെട്ടി തീർക്കണമുണ്ട്. അതോടുകൂടി കഴിഞ്ഞു മക്കളെ. നിങ്ങൾ ഇനി റഷ്യയിലേക്ക് നോക്കൂ, ചൈനയിലേക്ക് നോക്കൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ നോക്കിയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇവരോ ഒലക്ക പുണ്ണാക്കില്ല അവിടെ ഒന്നും. കാരണം നിങ്ങൾക്ക് ആണവ കരാറിൽ ഒപ്പിടാം, ആസിയാൻ കരാറിൽ ഒപ്പിടാം, എല്ലാം നടത്താം. കർണാടകയിലൊന്ന് പോയി നോക്കണം, കർണാടകയിലെ റോഡ് ബാംഗ്ലൂരൊന്ന് പോയി നോക്കണം, നമ്മളൊക്കെ എത്ര പിന്നിലാ. തമിഴ്നാട്ടിലൊന്ന് പോയി നോക്കണം, അണ്ണന്മാരെന്ന് വിളിച്ചിട്ട് അധിക്ഷേപിക്കുക നമ്മള്. ആ തമിഴ്നാട്ടിൽ പോയി നോക്കിയാൽ കാണാം, നമ്മളെ റോഡ് കൂടി ഇങ്ങനെ നോക്കിയാ 5 കായ്ക്കില്ല. നമ്മള് ഈ നാട് നന്നാകണ്ടേ? എല്ലാവരും കമ്പ്യൂട്ടറും കൂടിയിട്ട് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ മാത്രം പഴയ ചിന്ത. ഏത്? കമ്പ്യൂട്ടർ വേണ്ട, മഞ്ഞളാംകുഴിയാലി തുടക്കത്തിൽ തന്നെ തെറ്റുന്നത് അവിടെയാണ്. തുടക്കത്തിൽ തന്നെ മഞ്ഞളാംകുഴി തെറ്റുന്നത് അവിടെയാണ്. ഇന്നത്തെ കാലത്ത് ഈ കമ്പ്യൂട്ടർ വേണ്ട. കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എന്തെല്ലാം യന്ത്രം കൊണ്ട് കിടക്കണ ഉപകാരം എന്താ നാട്ടിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വയസ്സൻ കാക്കുന്ന ആളുണ്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ. ഇങ്ങനെ ഒന്ന് കാണും,
എന്താ ചോദിച്ചു, ജനറൽ കമ്പാർട്ട്മെന്റ് എവിടെ നോക്കി ഞാൻ വിട്ടുന്നായിരുന്നു. അപ്പൊ എന്താ പേരക്കുട്ടിയുടെ അടുത്തുനിന്ന് മൗസ് എങ്ങനെ ക്ലിക്ക് ചെയ്യുക, കമ്പ്യൂട്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്ന് വല്യപ്പ പഠിച്ചിട്ടുണ്ട്. ഈ നാടിങ്ങനെ ഉയരാണ്. ഇവരെപ്പോഴും ചെയ്യാ ഒന്നുമില്ല. പണ്ടത്തെ പോലെ നാട്ടിൽ ഒരു കാറല്ല, ഒരു മഹലിൽ 100 കണക്കിന് വാഹന. അതിനനുസരിച്ച് റോഡിൽ സൗകര്യമില്ലല്ലോ. ആ മുനീർ അന്ന് കൊണ്ടുവന്ന റോഡ് ഇന്നും പുതിയാപ്പിളായി നിൽക്കുന്നുണ്ട്. മറ്റേത് അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് അന്നൊരു സമയം തന്നിരുന്നുവെങ്കിൽ എടപ്പാള് തങ്ങണ്ട് കുറ്റിപ്പുറത്തേക്ക് പോണ റോഡ് എത്ര കാലം ചാടി കളിച്ച് ഇങ്ങനെ പോയപ്പോ നമ്മളൊക്കെ എങ്ങനെ പോയി? ഇതിൽ കൂടിയാണ് പോയി. ഇതിൽ കൂടി പോയ എന്താ നഷ്ടം? എടപ്പാളുള്ളവർക്ക് കച്ചവടം കിട്ടൂല. സർബത്തിന് മോരും വെള്ളം, ടെക്സ്റ്റൈൽസ്, നാട് കുട്ടിച്ചോറാകും. ഉണ്ടോ? മാത്രല്ല 5 കൊല്ലം മുമ്പ് ടാറ്, കരിങ്കല്ല്, മണല് അപ്പൊ ഒരു പെരണ്ടാക്കണ വില 5 ലക്ഷം ആണെങ്കിൽ ഇന്ന് 15 ലക്ഷം കൊണ്ട് അമ്മ അതിന് വിലയേറ്റാൻ പറ്റുമോ? നാട്ടില് വില ഇങ്ങനെ കുതിച്ചു കയറുക. അപ്പൊ നിങ്ങളെ കൊണ്ട് ഉണ്ടായത് എന്താണെന്നറിയപ്പോ നികുതിപ്പണം അങ്ങനെ ചെലവായി. നിങ്ങൾക്കൊക്കെ കഥയും ബുദ്ധിയും വെക്കണതിന്റെ മുമ്പ് ആ ബ്രിട്ടീഷുകാർ ആ റെയിലിന്റെ പണി കഴിച്ചു പോയത് എന്നായി. അല്ലെങ്കിൽ ഈ രാജ്യത്ത് തീവണ്ടി ഓടൂല. എന്താ ഇവര് ചെയ്തത്? ഈ മുദ്രാവാക്യം വിളിച്ചിങ്ങനെ നടന്നു. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്തില്ല. ഞാൻ ചുരുക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, ആ സ്മാർട്ട് സിറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് കടലാസിന്റെ എടുത്തിട്ടുള്ളൂ. അച്യുതാനന്ദൻ ചോദിച്ചു എന്താണത്? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു വിസ്മയം. വിസ്മയം എന്ന് പറഞ്ഞാൽ 40,000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന സംരംഭം. 40,000 ചെറുപ്പക്കാർക്ക് നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിന്റെ മലയാളം എന്നറിയോ? ഇവിടെ ഒരു കോളേജ് വരുമ്പോ പ്രത്യക്ഷത്തിൽ തൊഴിൽ തന്നെ മാഷ്, ടീച്ചർ, പ്രിൻസിപ്പാള്. പരോക്ഷം തന്നെ അതിന്റെ മുന്നിലെ കച്ചവടക്കാര്. അത്ര ഇപ്പൊ പറഞ്ഞുള്ളൂ. അപ്പൊ എന്താ, ഒരു സ്ഥാപനം വരുമ്പോ അതിന്റെ മെച്ചങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുന്നു. ഇയാൾ എന്താ പറഞ്ഞതെന്നറിയോ? പത്രസമ്മേളനം നടത്തിയിട്ട്, അറബികൾക്ക് ഈ നാടിന്റെ മണ്ണും കൊടുക്കില്ല, വെള്ളവും കൊടുക്കില്ല. പടച്ചോനെ, അറബികളെങ്ങാനും മലയാളിയെ നോക്കി തിരിച്ചു ഇതുപോലെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ നബിദിനും ഈ യത്തീംഖാനയും ഈ അയ്യപ്പൻവിളക്കും ഈ പൂരും ഈ മംഗല്യമേളയും ഒക്കെ നമ്മളെ നാട്ടിൽ നിൽക്കും. ആ നാട് കനിഞ്ഞതുകൊണ്ടാണ് അത് ഇവിടെ നടക്കണം. ആ ഗൾഫിലെ അറബി വന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞത്, മലയാളികൾ ഈ അറബിക്ക് ഈ നാടിന്റെ മണ്ണും കൊടുക്കില്ല, വെള്ളവും കൊടുക്കില്ല. ഇയാളെല്ലാം എതിർക്കും. ഇപ്പൊ എയർപോർട്ട് കരിപ്പൂരിൽ വരുമ്പോ പത്രസമ്മേളനം നടത്തി. കൊണ്ടോട്ടിയിൽ വെച്ച് അച്യുതാനന്ദൻ പറഞ്ഞത് എന്താ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊണ്ടോട്ടിയിലാണ്. മലപ്പുറം ജില്ലയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകൾ വരും. ഇപ്പൊ ആ എയർപോർട്ട് അവിടെ വന്നതുകൊണ്ട് എന്താ മെച്ചം? ഹജ്ജിന് പോകുമ്പോ പണ്ട് പോകുന്നത് പോലെയല്ല, നേരിട്ട് പോകാം. ഗൾഫിക്ക് എല്ലാ സമുദായവും എല്ലാ നാട്ടുകാരും പോകുമ്പോ നമ്മൾ ഗൾഫുകാരനെ യാത്ര അയച്ചിട്ട് കോട്ടക്കൽ ചങ്കുവെട്ടിയിലെത്തിയിട്ടുണ്ടാവുള്ളൂ. ഓൻ അബുദാബിന്ന് വിളിച്ചു ഉമ്മാക്ക്. എന്നിട്ട് പറയാ, അമ്മ ഞാൻ അവിടെ എത്തി. ചെക്കന്മാരവിടെ എത്തിയോ? ചെക്കൻ അപ്പോഴും ചങ്കുവെട്ടിയിലെത്തിയിട്ടുണ്ടാവുള്ളൂ. സ്പീഡിൽ പ്ലെയിൻ അവിടെ എത്തി. നമ്മളൊന്ന് ചായ കുടിക്കാൻ ഒരു ഫാസ്റ്റ് ഫുഡ് കയറി 1.5 മണിക്കൂർ പോകുമല്ലോ. പിന്നെ അവിടെ നിന്നുള്ള ഓട്ടവും. ഞാൻ തമാശക്ക് പറയല്ല, നമ്മളെ വീട്ടിലെത്തുന്നതിനേക്കാൾ അപ്പുറം സൗകര്യം തന്നെയാണ്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ സ്മാർട്ട് സിറ്റിയുമായി വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു പറ്റില്ല, അറബികൾക്ക് ഈ നാടിന്റെ മണ്ണും ഇന്ന വേണ്ട, കുഞ്ഞാലിക്കുട്ടിക്ക് അതിന്റെ പിതൃത്വം കൊടുക്കണ്ട. ഞങ്ങൾ വിചാരിച്ചു ഇയാൾ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അതൊക്കെ പൊടി തട്ടിയെടുത്തുന്ന വെറുതാക്കി മാറ്റുന്നു. 5 കൊല്ലം ഈ സാധു അത് വലിച്ച് നീട്ടിക്കൊണ്ട് അവസാനം ഫരീദ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ അറബി മസ്മുക്ക എന്നൊക്കെ ഇപ്പൊ ചോദിച്ചു ഇങ്ങനെ വരും. അച്യുതാനന്ദൻ ഇങ്ങനെ നോക്കും, എന്തുക്ക ഇയാൾ ഇങ്ങനെ നിന്നിട്ട് അന്തം വിട്ടൊക്കെ നോക്കും. കാരണം അറബി പറഞ്ഞത് ഇയാൾക്കും തിരിയില്ല, ഇയാൾ പറഞ്ഞത് അറബിക്കും തിരിയില്ല. ഒരുവിധ അറബികൾക്ക് ഒരുപാട് മലയാളം തിരിയും. ഞാൻ പോട്ടെ, സുഖല്ലേ, നന്ദി, വീണ്ടും കാണാം. ചിലര് പറയത്ര ഞാൻ 10 റുപ്യ എടുത്തിട്ടാ 10 റുപ്യ എടുത്തിട്ടാ, അതൊക്കെ അറബിക്ക് തിരിയും. അങ്ങനെ ഒരു വിധമുള്ള മലയാളം മുഴുവൻ ആർക്ക് തിരിയും? അറബികൾക്ക് തിരിയും. പക്ഷെ അച്യുതാനന്ദന്റെ മലയാളം ചിലപ്പോൾ നമുക്ക് തന്നെ തിരിയില്ല. അച്യുതാനന്ദൻ ഇങ്ങനെ കാണുന്നിട്ട് ഇങ്ങനെ പറയുന്ന എന്താണ് അതായത്. അപ്പൊ ഇതിന് 2 ദിവസമായിട്ടുണ്ടാവും. അയാൾ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞു, പിന്നെ ഒരു വർത്താനം വരുമ്പോൾ നെറ്റിന്നൊക്കെ ഫോൺ ചെയ്യണ മാതിരി കുറേ കഴിഞ്ഞിട്ടാണ് വരിക. അങ്ങനെ അയാൾ ചിലപ്പം കാണാൻ അയാൾ ഇങ്ങനെ ആടുമ്പോൾ എൻ്റെ മക്കളോട് ഞാൻ പറയാം TV ഒന്ന് ഓഫായി കാണിന്ന്. അപ്പൊ എൻ്റെ അമ്മ ചോദിക്കും, അയാൾ വർത്താനം എന്താന്നൊരു പുറത്തല്ല. ഇന്നാൾ ഇയാൾ ഇംഗ്ലീഷ് പറയേണ്ടത് കേട്ടപ്പോൾ ഞാൻ TV ഒന്ന് തുറന്നു നോക്കി. TV തുറന്ന സമയത്ത് മക്കളെ ഇയാൾ പറയണ ഇംഗ്ലീഷ് കേട്ട് ഞാൻ ഞെട്ടിപ്പോവുക. ഔട്ട്പുട്ട് എന്നുള്ള പദം അയാൾ പറയണത് എങ്ങനെ? ഔട്ട്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പുട്ട്.
ഇല്ലാത്തൊരു സംഭവം. ഒരു മനുഷ്യൻ മലയാളം തന്നെ നല്ല പോലെ പറയില്ല, എന്നിട്ട് ഈ സാധു അനങ്ങിയ ഇംഗ്ലീഷ് ഓരോരോ വർത്താനം കഴിഞ്ഞ് ചാനലിലൊക്കെ എണീച്ചു പോവുക. ഇപ്പൊ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ കണ്ടില്ലേ? ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും സ്മാർട്ട് സിറ്റിയുടെ അറബി, ആ അറബി ഇപ്പൊ സന്തോഷത്തിലായിരിക്കണേ. ഇതുവരെ അറബി വരുമ്പോ രണ്ടാളും പരസ്പരം മുണ്ടൂല, വർത്താനല്ല. അവസാനം എം.എ. യൂസുഫ് അലി പറഞ്ഞു, ഞാനൊരു കൈ നോക്കാം അല്ലേ, സാംസ്കാരിക കൈരളിക്കും ലോക മലയാളിക്കും ലോക സമൂഹത്തിനും ഒരുപാട് സംഭാവന ചെയ്ത എം.എ. യൂസുഫ് അലി ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഫരീദ് അബ്ദുറഹ്മാനെ നന്നായി അറിയും, ഞാനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടിടുവാറുണ്ട്. രണ്ട് കൊടുന്നു, രണ്ടാൾ ഇരുത്തിയിട്ട് രണ്ടാളും ആ ഇരുത്തങ്ങനെ ഇരുന്നു. ഫരീദ് അബ്ദുറഹ്മാൻ അങ്ങോട്ട് നോക്കൂ, ഇയാളൊന്നും. അങ്ങനെ അവസാനം എം.എ. യൂസുഫ് അലി ഇടപെട്ടിട്ട് പറഞ്ഞു, നമ്മളിപ്പോ ഇങ്ങനെ ആയാ എത്ര കൊല്ലം കൊണ്ട് അപ്പൊ ഇത് തീരാ. അപ്പൊ അറബി പറഞ്ഞു, CM-നോട് പറയാൻ പറയും. CM ചീഫ് മിനിസ്റ്റർ VS, നിങ്ങൾ പറയും എത്ര കൊല്ലം കൊണ്ട് തീരുന്ന അറബി ചോദിക്കണേ. അപ്പോ എടുത്തയക്ക് അറബിനോട് ചോദിക്കുകയാണ്, ഇത് എത്ര കൊല്ലം കൊണ്ട് ഇത് തീരുന്ന. CM-നോട് ചോദിച്ചപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു, അവൻ പറയട്ടോ എന്നാ അറബി പറഞ്ഞോട്ടെ എന്നായി. അവസാനം തീരുമാനിച്ചു. ആദ്യം CM-നോട് ചോദിച്ചപ്പോൾ CM പറഞ്ഞെന്നാ മൂപ്പര് പറയട്ടെ. അറബിയിൽ പറഞ്ഞു. ആര്? എം.എ. യൂസുഫ് അലി പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ നിങ്ങളോട് ചോദിക്കുന്നത് ഇത് നിങ്ങൾ എത്ര കൊല്ലം കൊണ്ട് തീർക്കും. ഉടനെ അറബി പറഞ്ഞു, 5 കൊല്ലം. അപ്പോൾ അച്യുതാനന്ദൻ, എന്താണ് ഹംസയെ പറ്റി പറയുന്നത്? ഇയാൾക്ക് എന്ത് ഹംസസന, കാട്ടുപോത്തിന് എന്ത് ചങ്കരാൻ. പൊന്നാര മക്കളെ, അയാള് ഹംസസന എടുത്തുകൂടി പോയിക്കണ. അത് അറബി ആ പോക്കാണ്ട് പോയപ്പോ ഇയാള് പറഞ്ഞു, ഈ അറബി കള്ളു കുടിച്ച് കിടക്കാൻ വരികയാണ്. അറബിയാണ്ട് പോയി. എന്നാൽ അറബിനോട് ആരോ പറഞ്ഞു, കേരളത്തിൽ നേരം വെളുത്തിക്കണെന്ന്. അറബി ഇങ്ങനെ വന്നു. നെടുമ്പാശ്ശേരിയില്ല, തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് സാധു നേരെ പോയി ചീഫ് മിനിസ്റ്ററുടെ വാതിൽ മുട്ടി. ഐ കമ്മിങ് സർ. യെസ്. വന്നിട്ട് ഉമ്മൻചാണ്ടി നേരണ്ട് കൊടുന്നിരുത്തി. അപ്പോഴാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരും. മസ്മുക്ക, ഐ നല്ല വർത്താനം. കൈഫൽ ഹാൽ? സീൻ അൽഹംദുലില്ലാഹ്. സി അഖ്ബാറക്. ഇവരിങ്ങനെ പരസ്പരം അറബിയിൽ ഇവരമാതിരി വെറും എന്തിലല്ലോ കുഞ്ഞാലിക്കുട്ടിക്ക് എല്ലാ ഭാഷ തിരിയടല്ലേ. നിങ്ങളിങ്ങനെ ഈ മാഞ്ഞാളം കൊഞ്ചി കളിക്കണമായിരുന്നല്ല. ഞങ്ങളെ നേതാക്കന്മാരെ വിവരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അബ്ദുൾ റബ്ബ് സ്കൂളിന്റെ വരാന്ത കാണാത്തവരാന്ന് പറഞ്ഞവരാ. അബ്ദുൾ റബ്ബ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം വാങ്ങിയ ആളാ. ഞങ്ങളെ നേതാക്കന്മാരെ ഡിഗ്രി കേൾക്കണം. കുഞ്ഞാലിക്കുട്ടി MBA. അച്യുതാനന്ദന്റെ ഡിഗ്രി എന്താ? 4ാം ക്ലാസ്സും ഗുസ്തിയും ടൈലറിങ്ങുവാ. അയാൾ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു പ്രമാണിച്ചു എതിർക്കാണ്ടായില്ലല്ലോ. സുകുമാർ അഴീക്കോട് അന്നൊക്കെ ഏത് മടയിലായിരുന്നു. ഇപ്പൊ പറയാം, അബ്ദുൾ റബ്ബിന്റെ വിവരം അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയോ MBA. MSc-ക്കാര് 4 M.Com 2 4. പിന്നെ LLB വക്കീലന്മാർ അഡ്വക്കേറ്റ് KN ഖാദർ, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് M ഉമ്മർ. ഡിഗ്രി ഇങ്ങനെ പറയാം, സമാധാനിക്കാനുണ്ട് 2-3 MA മാത്രം. മൂപ്പർക്ക് മാത്രം 2-3 MA. ഞങ്ങളെ കൂടുതൽ ഡോക്ടർ ഉണ്ടോ മുനീർ? നിങ്ങളെ കൂടുതൽ നല്ലൊരു വൈദ്യരുണ്ടോ? ആ ബാലം വൈദ്യര് മരിച്ചതിന് ശേഷം ഞങ്ങളെ നേതാക്കന്മാരെ ബോർഡൊക്കെ ഇങ്ങനെ വെച്ചാ BSc MBBS LLB M.Com MSc. നിങ്ങളെ നേതാക്കന്മാരെ മുമ്പിൽ ബോർഡ് വെച്ചാ LP UP SSLC അല്ലേ? ഇത് ഞങ്ങളെ പറ്റിയിട്ടാ പറഞ്ഞ വിവരമില്ല. ഞങ്ങളാ കേരളത്തിൽ മഹാത്മാഗാന്ധി എന്ന ബാപ്പുജി കടന്നു വന്നപ്പോ ആ ബാപ്പുജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആരാ? സാംസ്കാരിക കൈരളിയിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ബാപ്പുജി കടന്നു വന്നപ്പോ ആ മഹാത്മാഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആരാ? KM സിദി സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം നന്നാക്കട്ടെ. KM സിദി സാഹിബ് പ്രസംഗിക്കുമ്പോ ഇംഗ്ലീഷിൽ അങ്ങനെ കവിത ചൊല്ലി. ആര്? മഹാത്മാഗാന്ധി. അതിനതേ ശൈലിയിൽ 1 മിനിറ്റ് ആലോചിക്കാതെ വെള്ളം സർവത്ര തീരെ കുടിപ്പാനില്ലത്രേ. എന്താണത്? ഒരാൾ അറബി പ്രസംഗിച്ച മലയാളത്തിൽ പ്രസംഗിക്കാം. അറബിയിൽ ബെയ്ത്ത് ഇല്ല, അതേ രീതിയിൽ അപ്പൊ തന്നെ ബെയ്ത്ത് എല്ലാം പറ്റുമോ? ഒരാൺകുട്ടി ഉണ്ടാവില്ല, കഴിയില്ല. എന്നാലോ KM സിദി സാഹിബ് കാവ്യാത്മകമായി അതിനപ്പടി കണ്ട് അവതരിപ്പിച്ചു. ടോപ്പ് ട്രാൻസ്ലേറ്റർ എന്ന് മഹാത്മാഗാന്ധി KM സിദി സാഹിബിനെ കൈ കൊടുത്തിട്ട് അഭിനന്ദിച്ചു. കാരണം ജനങ്ങൾ ഇങ്ങനെ കൈയടിക്കുകയാണ്. അതിനെ പറ്റിയവരൊക്കെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അല്ലേ?
യു എ ബിരാൻ സാഹിബ് ഓർക്കുന്നുണ്ടോ? വി ഗിരി കേരളത്തിൽ വന്നപ്പോ ആരാണ് പരിഭാഷപ്പെടുത്തിയത്? യു എ ബിരാൻ സാഹിബ്. ബിരാൻ സാഹിബിനെ കൊണ്ടുപോയത്. ഇപ്പൊ സോണിയാഗാന്ധി വരും കേരളത്തിൽ, വരാറുണ്ട്. കടപ്പുറത്തൊക്കെ, കോഴിക്കോട് കടപ്പുറത്തൊക്കെ വരുന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ മൈതാനിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരക്കാരിയായ, രാജ്യം ഉറ്റുനോക്കുന്ന ഗാന്ധി കുടുംബത്തിലെ ഒരംഗം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരംഗം സോണിയാഗാന്ധി അവിടെ പ്രസംഗിക്കുമ്പോ എല്ലാവരും പറയും, ആര് പരിഭാഷപ്പെടുത്തണം? ഭംഗിണ്ടാണെങ്കിൽ അബ്ദുസ്സമദ് സമദാനി വരട്ടെ. എന്താ കാരണം? അത് കാവ്യം, താളം, ലയം അല്ലേ? അതിങ്ങനെ വരണ്ടുണങ്ങിയ ജനമനസ്സുകളിലേക്ക് കുളിർമഴയായി പെയ്തിറങ്ങുന്ന ആ വാക്കുധോരണി, അതിങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ ഒരു തിര പിന്നെയും തിര എന്ന മട്ടിൽ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുമ്പോ ജനങ്ങൾ ഇങ്ങനെ ഹർഷപുളകിതരാകും അല്ലേ? അതിന് പറ്റിയവരൊക്കെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. സോണിയാഗാന്ധി വരുമ്പോ വരെ കൊണ്ടുപോകുന്നത് സമദാനിനെ അല്ലേ? ഞങ്ങളെ നേതാക്കന്മാരെ പരിഭാഷപ്പെടുത്താൻ വേറെ ആളില്ലായിട്ടല്ല, റൂട്ട് തെറ്റുവെച്ചിട്ടാണ്. അങ്ങനെ പരിഭാഷപ്പെടുത്തിയവരൊക്കെ ഉണ്ടത്രേ. ഉനോനെ അച്ഛ ആത്മി നെഹിയെ, ഉനോനെ അച്ഛ ആത്മി നെഹിയെ എന്ന് ഇന്ത്യയിൽ ആരോ പറഞ്ഞപ്പോൾ അയാളുടെ അച്ഛൻ ആളത്ര ശരിയല്ല എന്ന് അർത്ഥം വെച്ചവരൊക്കെ ഉണ്ടത്രേ. അള്ളാ കാക്കട്ടെ. പൊന്നാര മക്കളെ, ഞങ്ങളെ നേതാക്കന്മാരെ കൊണ്ടുപോകുന്നത് അല്ലേ? ഞങ്ങളെ നേതാക്കന്മാർ പരിഭാഷപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ട് പുന്നാര പൂക്കോയ തങ്ങളും പൂമുത്ത് സിയച്ച് മുഹമ്മദ് കോയ സാഹിബും പൂന്തേൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പൂമുത്തം കൊടുത്ത് ഹരിതവർണ്ണത്തിന്റെ മാറ്റുകൂട്ടി പട്ടുട ചാർത്തിയ ഈ പച്ച പതാക ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും അനുവദിക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.